സച്ചിൻ ദാസ് മാക് ട്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന മാത്സ് എക്സാമിന്റെ ആൻസർ കീ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിക്ക് തന്നെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിക്ക് പോവാം. 2 circles of a radius 2 centimeter in each are drawn in the rectangle adjacent to each other. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഒരു സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, ഇതേപോലെ നമുക്ക് തന്നിട്ടുണ്ട് റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താ, സെന്റർ ടു ഓൺ ദി സർക്കിൾ ആണ് റേഡിയസ്. അപ്പൊ അത് എത്രയാണ്? 2 cm ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് 2 സെയിം ആയിട്ടുള്ള സർക്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയേ. അപ്പൊ നമുക്ക് എന്താ കിട്ടാം? വീണ്ടും ഒരു റേഡിയസ് കിട്ടും അല്ലെ. ഇത് 2 cm ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും 2 cm. ഇനി ഇതേപോലെ സെന്റർ ടു എൻഡ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇതും എന്തെന്നെയായിരിക്കും 2 cm അല്ലെ. ഇനി സെന്റർ ടു എൻഡ് പോയിന്റ് ആണ് ഓൺ ദി സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇതും എന്തെന്നെയായിരിക്കും 2 cm. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 cm. എത്രയാണ് വരിക? 8 അല്ലെ. അപ്പൊ ഇത് മുതൽ ഇതുവരെയുള്ളത് 8 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണല്ലോ, ലെങ്ത്തിനോട് സെയിം അല്ലേ ഇത്. അപ്പോ ആ ലെങ്ത്തും എന്തെന്നെയായിരിക്കും 8 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക? 8 cm. ഇനി അവർ ചോദിച്ചിട്ട് നിൽക്കുന്നത് ബ്രെഡ്ത്ത് കാണാൻ, എന്ന് വെച്ചാൽ ഹൈറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് ആണ് കാണേണ്ടത്. അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്യും അല്ലെ. നമ്മൾ ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? എന്ത് കൺസിഡർ ചെയ്യണം? റേഡിയസ് അല്ലെ. ഇത് മുതൽ ഇതുവരെ സെന്റർ ടു ഓൺ ദി സർക്കിൾ റേഡിയസ് ആണ്. റേഡിയസ് ആയിട്ട് തന്നിട്ടുണ്ട് 2 cm ആണ്. അപ്പൊ ഇതിന് എന്തെന്നെയായിരിക്കും 2 cm. ഈ സെന്റർ ടു ഓൺ ദി സർക്കിൾ എന്തെന്നെയാണ്? റേഡിയസ് അല്ലേ. അപ്പൊ ഇതും ഈ റേഡിയസും 2 cm ആണ്. അപ്പൊ നമുക്ക് വേണ്ടതും ഇതേപോലെ ഒരു ലെങ്ത് ആണ്. എന്ത് ലെങ്ത്? ഈ റെക്ടാങ്കിളിന്റെ ഒരു ലെങ്ത്. അതിനെ നമ്മൾ പേര് വിളിക്കാം ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയും അല്ലെ. ഇവർ വന്നേക്കുന്ന ഹൈറ്റ് എന്നാ പറഞ്ഞേക്കണം. അപ്പൊ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ആൻസർ വരിക? 2 + 2 4 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഹൈറ്റ് ഓഫ് ദി റെക്ടാങ്കിൾ 4 cm, ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ 8 cm. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഓഫ് അബൌട്ട് ദി റെക്ടാങ്കിൾ. നമുക്ക് തന്നിട്ടുള്ള വിവരം വെച്ചിട്ടുള്ളത് ഏതാണ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പൊ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇതാണെന്ന് വിചാരിക്കുക. അത് എത്രയാണ് നമുക്കറിയാം? 2 cm ആണ് അല്ലെ. അത് 2 cm അല്ലേ തന്നിട്ടുണ്ട്. 2 cm ആണ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഇല്ലേ. ഇതാ 2 cm ആണ്. ഇനി ദ ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ. ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ എത്ര നമുക്ക് കഴിക്കുന്നത്? 8 cm ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണോ? 2 ഉം 3 ഉം എങ്ങനെയാ? 2 ഉം 8 ഉം ഈക്വൽ ആണോ? അല്ല. അപ്പൊ അത് തെറ്റാ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മിസ്റ്റേക്ക് ഉണ്ട്. അതേപോലെ ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ ഈസ് ട്വൈസ് ഇറ്റ്സ് ഹൈറ്റ് എത്രയാണെന്ന് നമുക്കറിയാം? 4 cm ആണ് അല്ലെ. അപ്പൊ 4 cm ന്റെ ഡബിൾ ആണ് എന്ത്, അല്ലെങ്കിൽ ടൈസ് എന്ന് പറയുമ്പോൾ ഡബിൾ ആണ് ലെങ്ത്. ശരിയല്ലേ? 4 + 4 എത്രയാണ്? 8 ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ. ഇനി ഹൈറ്റ് ഓഫ് ദി റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു ദി റേഡിയസ്. അപ്പൊ ഹൈറ്റ് ഓഫ് ദി റെക്ടാങ്കിൾ 4 ആ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റേഡിയസിനോട് സെയിം ആവുക. റേഡിയസ് ഇവിടെ 2 അല്ലേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് വേഗം ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, ഇത് പിന്നെ അടുത്തത് ഫോർത്ത് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ ഈസ് 4 cm 4 ടൈംസ് ഓഫ് റേഡിയസ്. 4 ടൈംസ് ഓഫ് റേഡിയസ് എന്ന് പറയുമ്പോൾ റേഡിയസ് 4 ടൈംസ് റേഡിയസ് എത്രയാ? 2. അപ്പോ ആൻസർ എന്താ വരിക? 4 × 2. ആൻസർ 8. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ 2 ഉം 4 ഉം ആണ് ഇതിലുണ്ട്. 2 ഉം 4 ഉം കറക്റ്റ് ആണ്. ഡി ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യാനാണ്. അത് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരയ്ക്കാനാണ്. അപ്പൊ അത് വരയ്ക്കുന്നില്ല കേട്ടോ സാറ്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ 3 കറക്റ്റ്. അപ്പൊ വരയ്ക്കാനുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം സാറ് കേട്ടോ.
ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിക്ക് കടക്കുകയാണ് സാറ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക, അതിന്റെ ആൻസറും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അവർ കുറെ ഡാറ്റാസ് തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ, ഓരോ സ്റ്റേറ്റിലും ഇത്ര പോപ്പുലേഷൻ ഉണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റാസ് തന്നിട്ടുണ്ട്. അപ്പൊ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഓക്കെ, ആ ഡാറ്റ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് അതിന്റെ വെച്ചിട്ട് ആൻസർ ചെയ്യണം. അപ്പൊ ഉത്തർപ്രദേശിൽ ഇത്ര ഡാറ്റ ഉണ്ട്, അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാതെ കിട്ടില്ല. അപ്പൊ അതിന്റെ ആൻസർ സാറ് പറയാൻ പോവാണ്. വിച്ച് സ്റ്റേറ്റ് ഈസ് മോസ്റ്റ് പോപ്പുലേറ്റഡ്? അപ്പൊ 1s 10s 100 1000 അങ്ങനെ നമ്മൾ നോക്കി ഏത് ഡിജിറ്റ് ആണ് ഇതിൽ വലുത് എന്ന്, ഏറ്റവും കൂടുതൽ ഡിജിറ്റ് നമ്പേഴ്സ് വെച്ചിട്ട് ഏതിലാണ് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് ഏത് നമ്പറാണ് ഏറ്റവും വലുത് എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഉത്തർപ്രദേശ് തന്നെയാണ് ഏറ്റവും വലുത് വരുന്നത് കേട്ടോ. അപ്പൊ ഉത്തർപ്രദേശാണ് ഇതിന്റെ ആൻസർ. അപ്പൊ അതെന്താണ് നിങ്ങൾ എഴുതിയത് എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. സെക്കൻഡ് എയിൽ എന്താണ് നിങ്ങൾ എഴുതിയെന്നുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ വിച്ച് സ്റ്റേറ്റ് ഹാസ് എ പോപ്പുലേഷൻ നിയർ 7 million? അപ്പൊ 7 million എന്ന് പറയുമ്പോൾ അതിനടുത്ത് വരുന്നത് 7 എന്ന് പറയുന്ന സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ടോ ഏതെങ്കിലും നമ്പേഴ്സ്? 7 എന്ന് തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. 6 എന്ന് പറയുന്നത് തുടങ്ങുന്നുണ്ട് അല്ലെ, 2 ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എത്രയാണ് നമുക്കൊന്ന് നോക്കാം. അതൊന്ന് എടുത്ത് എഴുതുന്നുണ്ട്. 6 0 7 6 8 8, അതുപോലെ 6 8 5 6 5 0 9, അങ്ങനെ 2 നമ്പേഴ്സ് കാണാനുണ്ട് അല്ലെ. അപ്പൊ അതില് ഏതാ വരിക എന്നുള്ളതാണ് നോക്കേണ്ടത്. മില്യൺ എന്നാ പറഞ്ഞേക്കുന്നത്. മില്യൺ എന്ന് പറയുമ്പോൾ 10 lakhനും കൂടുതൽ. ഓക്കെ, മില്യൺ 1 million എന്ന് പറയുമ്പോൾ 10 lakh മില്യൺ. അപ്പൊ 7 million എന്ന് പറയുമ്പോൾ 70 lakh അതിനടുത്ത് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതിൽ ഏതാന്നുള്ളത്. അപ്പൊ നോക്കാം 1s 10s 100 1000 10,000 lakh 68. അപ്പൊ ഇത് ലാക്ക് വരുന്നുള്ളൂ. ഇത് നമുക്ക് വേണ്ട 70 lakhനടുത്ത് വരുന്നതാണ്. അപ്പൊ 68 വരുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ് കേട്ടോ. ഉത്തരം ഹിമാചൽ പ്രദേശാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ 1 million അടുത്ത് വരുന്നത്. 1 million അടുത്ത് വരുന്നത് ഏതാണ്? 1 million അടുത്ത് വരുന്നത് ഏതാണ്? സിക്കിമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് എത്രയില്ല, എത്രയാണ്? 7 million അടുത്തൊന്നും വരുന്നില്ല. ഉണ്ടോ? ഇല്ല. അത് എത്രയേ ഉള്ളൂ? ലാക്കേ ഉള്ളൂ. അത് എത്ര ലാക്കാ? 6 lakh ആണ് ഉള്ളത് അല്ലെ. അപ്പൊ 1 million അടുത്ത് എത്തിയുണ്ടോ? 1 million ഉണ്ടോ? ഇല്ല അല്ലെ. 1 million ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് എന്താണ്? അതിന്റെ ആൻസർ വരിക സിക്കിമാണ്. ഇനി അടുത്തത് സം ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് 2 states ഈസ് ബിറ്റ്വീൻ 20 and 21 lakh. വിച്ച് ആർ ദോസ് സ്റ്റേറ്റ്? ഓക്കെ, അപ്പൊ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 2 നമ്പേഴ്സ് സം ചെയ്ത് നോക്കാം. അങ്ങനെ സം ചെയ്ത് നോക്കുമ്പോൾ 20-21 lakhന് ബിറ്റ്വീൻ ആയിട്ട് വരുന്നത് ഏതാണ് പോപ്പുലേഷൻ? സം ചെയ്ത് നോക്കാം, പ്ലസ് ചെയ്ത് നോക്കാം. ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് എടുക്കാം. ഏകദേശം 20-21 വരണേ, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അതിൽ നോക്കുമ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ഇതാ. അതിന്റെ ആൻസർ എന്താണ്? സിക്കിമും ഗോവയാണ് കേട്ടോ. സിക്കിം ആൻഡ് ഗോവ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യനിൽ 3 സ്റ്റേറ്റ്സ് ദ ലീസ്റ്റ് പോപ്പുലേഷൻ റിട്ടേൺ ഇൻ ദ ഓർഡർ ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ആദ്യം നമുക്കറിയാം സിക്കിമാണ് ആദ്യം വരിക, അറിയാലേ. പിന്നെ ഗോവയല്ലേ, പിന്നെ വരുന്നത് ഹിമാചൽ പ്രദേശാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ലീസ്റ്റ് ആയിട്ടുള്ളത് ഓർഡറിൽ വരുന്നത് ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി 4-digit നമ്പേഴ്സ് ആർ ദർ ബിലോ 5,000? അപ്പൊ 5,000 നമുക്ക് 2-3 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു സിമ്പിൾ വേ പറയുകയാണെങ്കിൽ 5,000 മൈനസ് എന്ത് ചെയ്താൽ മതി? 1000 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അതല്ല ഇത് വേണ്ട, ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ആളേനെ ഏറ്റവും കുറവല്ലേ, ഈ ആളേനെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, 5,000 ഇൻക്ലൂഡ് ചെയ്യണ്ട. അപ്പോ ഇങ്ങനെ വരും മൈനസ് 1 digit 2 digit 3 digit ഒക്കെ ഒന്ന് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്കറിയാതൊക്കെ കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 999. മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? 4,000. ചിലവര് ഇങ്ങനെ മിടുക്കന്മാര് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്.
ശരിക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ ഇതേത് ആൻസർ വരിക? എങ്ങനെ ചെയ്താലും ആൻസർ എന്താ വരണം? 4000 കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടുണ്ടോ? കിട്ടി. ഓക്കെ, ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് the largest 5-digit numbers that can be formed using 3, 2, 5, 4. അപ്പൊ ഇതില് നമുക്ക് ലാർജസ്റ്റ് നമ്പർ ഏതാ നോക്കാം. ഇത് തന്നിട്ടുള്ളതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാ? 7. പിന്നെ ഏതാ നമുക്ക് വരുന്നത്? 5 ഉണ്ട് അല്ലെ? 5. പിന്നെ വരുന്നത് 4 ആണ്. പിന്നെ 3, 2. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക അല്ലെ? ഇതിന്റെ ആൻസർ എന്താ വരിക? 75 1432. അങ്ങനെ എഴുതിയോടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എഴുതിയോടെ ലൈക്ക് ചെയ്യുക, ഒരു ലൈക്ക് ഇടുക. ഇനി സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ലാർജസ്റ്റ് 3-digit നമ്പർ ഹാവിംഗ് ദി സം ഓഫ് ഡിജിറ്റ് 4 വരണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ഡിജിറ്റ് എഴുതി വെക്കാം. ഡിജിറ്റ് നോക്കുമ്പോൾ 3 എന്നൊക്കെ എഴുതാൻ തോന്നും. അപ്പൊ ഇതിൽ ഓരോ ഡിജിറ്റ് ഒന്ന് സം ചെയ്യാം. അപ്പൊ 3 + 3 ആൻസർ 9 ആയിട്ട് നമുക്ക് വേണ്ടത് 4 ആണ്. അപ്പൊ അത് ആ എഴുതി തെറ്റ. അപ്പൊ നമ്മുടെ എഴുതി തെറ്റാണ്. ഇത് ലാർജസ്റ്റ് 3-digit നമ്പർ ആവണം. സം ഓഫ് ഈച്ച് ഡിജിറ്റ് എത്രയാണ്? 4 ആവണം. അപ്പൊ അങ്ങനെ അതിന്റെ ആൻസർ 3-digit തന്നെ ആവണേ. അപ്പൊ നോക്കുമ്പോ എന്താ വരുള്ളൂ? 400 എഴുതാം അല്ലെ? 400 വരുമ്പോ 4 + 0 + 0 ആൻസർ എന്താ? 4. ശരിയാണ് അല്ലെ? കറക്റ്റ് അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ 400 ആണ്. സാറ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ 4000 ആണ്. നെക്സ്റ്റ് 75,432 ആണ്. പിന്നെ ലാർജസ്റ്റ് 3-digit എന്ന് പറയുന്നത് 400 ആണ്. ഇനി അടുത്തത് പാലൻഡ്രോമിക് നമ്പർ വന്നിട്ട് അടുത്ത അതേപോലെ ഒരെണ്ണം നമുക്ക് എഴുതാനാണ്. അപ്പൊ പാലൻഡ്രോമിക് നമ്പർ എന്താണെന്ന് നമുക്കറിയാം. 34143. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ 3443. അപ്പൊ ഇതൊരു പാലൻഡ്രോമിക് ആണ്. റൈറ്റ് നിന്ന് വായിച്ചാലും ലെഫ്റ്റ് നിന്ന് വായിച്ചാലും സെയിം നമ്മൾ എന്ത് വിളിക്കുക? പാലൻഡ്രോമിക് നമ്പർ എന്ന് പറയാം. അപ്പോ നമുക്ക് വേണ്ടത് ഇതേപോലെ വേറൊന്നും ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 3 തന്നെ ആദ്യം വെച്ചിട്ട് ഈ 1ഉം 4ഉം കൂടിയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ 3 ആദ്യം എഴുതി 1ഉം 4ഉം 1ലെടുത്ത് 4 എഴുതാ, 4ലെടുത്ത് 1 എഴുതാ. 1 4 1 3. അപ്പൊ ഇതൊരു പാലൻഡ്രോമിക് ആണ്. കാരണം ലെഫ്റ്റ് നിന്ന് റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് നിന്ന് റീഡ് ചെയ്യുമ്പോഴും സെയിം ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ ഡി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. 3D കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്ക് എഴുതാം, ഡിജിറ്റുകൾ എഴുതാം. അപ്പൊ സാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഡിജിറ്റുകൾ വെച്ചിട്ട് 3-digit നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക. അത് അറേഞ്ച് ചെയ്തിട്ട് അതില് 476 കഴിഞ്ഞ് വരുന്നത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ അതില് 476 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാണ്? അപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ 476 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാ? 647 ആണ്. 647 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മെത്തേഡ് വെച്ചിട്ടാണ്, റെക്ടാങ്കിൾ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിൽ മിസ്സിംഗ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതും വേണം. അതിൽ പ്രൊഡക്റ്റ് എഴുതും വേണം. അപ്പൊ നമുക്കറിയാം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഈച്ച് ബോക്സും നമുക്ക് ഫില്ല് ആവണം. അപ്പൊ ഫില്ല് ചെയ്യാന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോക്കൂ, ഇത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 100 വേണം നമുക്ക് അല്ലെ? ഇവിടെ നമുക്ക് 100 കിട്ടണം. അപ്പൊ 100 കിട്ടണമെങ്കിൽ 10 × 10 ചെയ്താൽ എന്ത് കിട്ടും? 100 കിട്ടും. അങ്ങനെ ഇയാളെ എനിക്ക് കിട്ടി. അപ്പൊ 10 × 10 100 ആണ്. ഇനി ഇയാളെ എനിക്കറിയാം, ഇയാളെ എനിക്കറിയാം. അപ്പൊ 10 × 6 എന്താണ്? 60 ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കിട്ടി. ടോപ്പിലും ലെഫ്റ്റിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ചെയ്യാം. ഇനി നോക്കുമ്പോൾ ടോപ്പിലെ നമ്പർ 10 ആണ്, പിന്നെ ലെഫ്റ്റിലെ നമ്പർ 3 ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 13 കിട്ടും ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അവരവർ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ 3 എവിടെ വന്നത് നമുക്ക് സംശയം വരും അല്ലെ? 3 അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ക്ലൂ തന്നിട്ടുള്ളത് 18 ആണ്.
അപ്പൊ 18 കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യണം? ഇവിടെ ആണെങ്കിൽ ഒരു ക്ലൂ 6 ഉണ്ട് ഇവിടെ. അപ്പൊ 6ന്റെ ടേബിൾ നോക്കുമ്പോൾ 1 into 6 18 അല്ല, 3 into 6 12 ആണ്, 18 വരുന്നില്ല. 3 into 6 എന്താണ്? 18 ആണ്. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി ഇവിടെ ആര് വരും? 3 ആണ്. അപ്പൊ 3 കിട്ടിക്കഴിഞ്ഞാൽ 10 into 3 അല്ലെ, ടോപ്പിലുള്ള നമ്പർ 10 ആണ്. 10 into 3 30 ആണ്. പിന്നെ അതുപോലെ ഇത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ വീണ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 208 ആണ് ആൻസർ വരിക കേട്ടോ. 208 കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിലുണ്ടെങ്കിലോ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിലെന്തിനാ ലൈക്ക് ചെയ്യണമെന്ന് ചോദിക്കൂ അല്ലേ? എന്നാ വേണ്ട, ലൈക്ക് വേണ്ട. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്കിത് വേറെ രീതിയിൽ ചെയ്യാം. പറഞ്ഞുതരാം. 17 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണ്. അപ്പൊ 1 into 17, 2 into 17, ഇങ്ങനെ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 17 തന്നെ. ഇതിന് നമുക്ക് 17 plus 17 അല്ലെ, അങ്ങനെ ആഡ് ചെയ്ത് വന്ന് ഏതോ ഒരു നമ്പർ എത്തിയിട്ട് ഒരു നമ്പർ എത്തിക്കഴിഞ്ഞു ഇൻറ്റു 17 ചെയ്തപ്പോ ആ നമ്പർ എനിക്ക് അറിയില്ല കേട്ടാ. 17 ചെയ്തപ്പോ എന്ത് കിട്ടി? 2040 കിട്ടി. നമ്മളിങ്ങനെ പ്ലസ് ചെയ്ത് ആ റിപ്പീറ്റഡ് അഡീഷൻ ആണല്ലോ. അപ്പൊ എത്രയോ ടൈംസ് ആഡ് ചെയ്തു, 17 ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ അത് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് ആൻസർ അറിയില്ല. അപ്പൊ നമ്മൾ 17 അല്ലേ അറിയത്. അപ്പൊ അടുത്ത നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2040യുടെ കൂടെ 17 ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ആൻസർ എന്താ വരിക? 2057. ആൻസർ 2057 ആണ് വരിക. ഓക്കെ, ഈ സി ക്വസ്റ്റ്യൻ നോക്കുക. സി ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മാച്ച് ചെയ്തത് എന്താണ് ആൻസർ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ ആൻസർ സി ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ്. അപ്പൊ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. സോൾവ് ചെയ്തിട്ട് മാച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ ആൻസർ എന്താ വരുന്നത്? സി ആണ്. അപ്പൊ ഇതിന് നോക്കുമ്പോ എ എവിടേക്ക് പോവും? 3ലേക്ക് മാച്ച് ആവും. ബി എന്ന് പറയണത് 4ക്ക് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇനി സി എന്ന് പറയണത് എവിടേക്ക് പോകുന്നുണ്ട്? 2ലേക്കും. ഡി എന്ന് പറയുന്നത് 1ലേക്കും മാച്ച് ആവും. അങ്ങനെ ഒരിക്കലും ചെയ്യാം. അപ്പൊ ഈ കിട്ടിയ കാര്യം ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതൊന്ന് എഴുതി വെച്ചാൽ മതി, ആൻസർ കിട്ടും കേട്ടാ. ഇനി 4B നോക്കാം. 4Bയിൽ നമുക്ക് നോക്കേണ്ടത് 4Bയിൽ എന്താണ് പറയണേ? 4Bയിൽ ഇതേപോലെ മിസ്സിംഗ് ആണ്. ഓക്കെ, കണ്ടോ? ആദ്യം തന്നെ ആദ്യത്തെ ഓപ്ഷന്റെ ആൻസർ എഴുതാം. അതിൽ ഓപ്ഷൻ വരുന്നത് ഇയാളാണ്. എന്താണ് ആൻസർ വരിക? ഡി ആണ് ആൻസർ വരിക. കാരണം നമുക്ക് 25 into 15 അറിയാം. എത്രയാണ്? 375 ആണ്. ഇനി 25 ഒരു ചേഞ്ച് ഇല്ല. കണ്ടോ? ചേഞ്ച് 15 ആണ്. 15 എന്ന് പറയുമ്പോൾ അപ്പൊ 25ന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ ഇവിടെ എഴുതണമെന്ന് മനസ്സിലാക്കണം. അപ്പൊ 25 ആണ് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടത്? ഈ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതും നമ്മൾ അറിയണം. അങ്ങനെ ആഡ് ചെയ്തിട്ട് അങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പൊ ആ ഓപ്ഷൻ പറയുന്നത് ഏതാണ്? ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് 30 തന്നിട്ടുണ്ട്. അതുപോലെ 10 ഇവിടെ കാണാനുണ്ട്. ഇല്ല, ആ 10 കണ്ടിട്ടില്ല അല്ലെ. നമുക്ക് അറിയണതല്ല. അറിയോ അത്? ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ എടുത്ത് ഇല്ല. ആ 10 അറിയണതല്ല കേട്ടാ. പക്ഷെ ആ 10 എങ്ങനെ കിട്ടും? 30 ഇവിടെ ഉണ്ട് അല്ലെ. 30 into നമുക്ക് കിട്ടേണ്ടത് 300 ആണ്. 300 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 30 into 10 ചെയ്യണം. അപ്പൊ അങ്ങനെ 10 ഇവിടെ കിട്ടിയില്ലേ? അപ്പൊ 10 ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അറിയാം ഈ ബോക്സിക്ക് വരും, ജമ്പ് ചെയ്യാം. അടുത്ത ബോക്സിക്ക് ജമ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ബോക്സിലേക്ക് ജമ്പ് ചെയ്യുമ്പോ ഇയാളെ എനിക്ക് അറിയണം. അപ്പൊ ഇവിടെയാണ് ആ ബോക്സ്. അപ്പൊ ടോപ്പിക്ക് നോക്കുമ്പോ 2 ഉണ്ട്. ആ 2 എങ്ങനെ കിട്ടിയത്? 20 അവർ തന്നിട്ടുണ്ട്. യെസ്, 20 അവർ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അങ്ങനെയാണത് കിട്ടിയത്. അപ്പൊ ഇവിടെ 10 ആണ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 20 കിട്ടണമെന്നുണ്ടെങ്കിൽ 10 into എന്ത് ചെയ്യണം? 2 ചെയ്യണം. അങ്ങനെ എനിക്ക് എന്ത് കിട്ടും? 20. ഓക്കെ, 20 കിട്ടി. അപ്പൊ അതും ഓക്കെ. അപ്പൊ ഇവിടുത്തെ 10 കിട്ടി, ഇവിടെ 2 കിട്ടി. ഇനി ആരെങ്കിലും കിട്ടാനുണ്ടോ? ഉണ്ട്. അതാരാണ്? 3 ആണ്. അപ്പൊ 30 into 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്കറിയാം 90 കിട്ടും അറിയാം അല്ലെ. 30 into 3 എന്താണ്? 90 ആണ്. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 2 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഈ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. അത് 6 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ ആണ് വേണ്ടത്. ഇത് പ്രൊഡക്റ്റ് കിട്ടാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയ ഓരോ ബോക്സിലുള്ള നമ്പേഴ്സും കൂടിയിട്ട് പ്ലസ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും 416 എന്ന് കിട്ടും. ഇനി അടുത്ത അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ പ്രൊഡക്റ്റ് എഴുതാനാണ്. ആ പ്രൊഡക്റ്റ് എഴുതി
അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തും. അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി അടുത്തത് 42 into 16 ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വേറെ മൾട്ടിപ്പിൾ ആക്കണം. അങ്ങനെ മൾട്ടിപ്പിൾ ആക്കുമ്പോൾ സെയിം ആയിട്ടുള്ള ആളുകൾ വരണം. അപ്പൊ നമുക്കറിയാം 49 എന്ന് പറയുന്നത് 77 ആണ്, 60 എന്ന് പറയുന്നത് 4 into 4 ആണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ 7 into 4 ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ, റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് നമ്മളിപ്പോ ടെസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. 7 into 4 അങ്ങനെ എഴുതാം. അതുപോലെ 7 into 4 ഇതെവിടെ ഉണ്ട്, അതും എഴുതാം. 7 into 4 28 അല്ലേ. അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാനുള്ളതാണ്. കാരണം ഹൗ മെനി പാക്കറ്റ് ഓഫ് പെൻ വിൽ ബി ദയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മൊത്തം എത്ര പെന്നുണ്ട്, 1164 പെൻസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഈച്ച് 12 പെൻസ് വരുന്ന രീതിയിൽ ഈച്ച് പാക്കറ്റിലേക്ക് ആക്കും. ഓക്കെ, അപ്പൊ എത്ര പാക്കറ്റ് ഓഫ് പെൻസിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാണല്ലോ. 12 പാക്കറ്റ്സിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, ഡിവൈഡ് അത്രയും ഡിവൈഡ് ചെയ്യണം. അതിലിപ്പോ എന്താ ചോദിക്കാനുള്ളത്? അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ സാറിന് കിട്ടിയ ആൻസർ 97 ആണ്. അതെങ്ങനെ കിട്ടിയത് നമുക്കറിയാം. ഞാനിവിടെ റെക്ടാംഗിൾ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സാർ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഫോളോ ചെയ്തിട്ട് അതിന്റെ ആൻസർ കിട്ടുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് ഇത് ഡിവൈഡ് ചെയ്യാൻ, ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫില്ല് ഇൻ ദി ബ്ലാങ്ക് പോലെ. അപ്പോ അതിൽ നോക്കുമ്പോൾ 91. അപ്പൊ നമ്മൾ സാർ ഇവിടെ എഴുതാം 91. ദെൻ ഇത് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇത് 7 ആണ്. അപ്പോ നമുക്കറിയാം 7 times 10 എത്രയാണ്, 70 ആണെന്ന്. ഇതേപോലെ തന്നെ കേട്ടോ നേരത്തെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് എന്താ ചെയ്യാറ്, നമ്മള് മൈനസ് ചെയ്യാറാണ് ചെയ്യുക അല്ലെ. മൈനസ് അല്ലേ ചെയ്യാറ്. അപ്പൊ മൈനസ് ചെയ്യുമ്പോ 21 ആണ് കിട്ടിയത്. നിങ്ങൾക്ക് എന്താ കിട്ടുക, 21 ആണല്ലേ. യെസ്. ഇനി 7 times 1 ചെയ്യുമ്പോൾ 7 ആ വരിക. ഇനി 7 times 2 ചെയ്യുമ്പോൾ 14 വരും. 7 times 3 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, 21 എനിക്ക് കിട്ടുക. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി, ഇവിടെ ഒരാളെങ്കിലും ഫില്ല് ചെയ്യാനുണ്ട് അല്ലെ. ഇവിടെ ഫില്ല് ചെയ്യാല് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ 10ഉം 3ഉം കൂടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മള് പ്ലസ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. അങ്ങനെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ എല്ലാം ഫില്ല് ചെയ്യുക. അപ്പൊ അതിന്റെ ആൻസർ 13 ആണ്. എല്ലാം ഫില്ല് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ്, അതിനാണ് മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ 1 into 22 എന്ന് പറയുമ്പോൾ 1 into 22/11. അപ്പൊ 11ഉം 22ഉം 2 times പോകുമ്പോൾ ആൻസർ 2 ആണ്. ഇതേപോലെ അടുത്തത് 2 into 22 വീണ്ടും 11. 11ഉം 11ഉം 2 times ആണ്. അപ്പൊ ഇവിടെ 2 വരുള്ളൂ, 2 into 2. അപ്പൊ അങ്ങനെ ഫ്രണ്ടിലുള്ള നമ്പർ ആയിട്ട് 2 into ചെയ്യണം, എന്നാലാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക, 10 into ഫ്രണ്ടിലുള്ള 10 അല്ലേ. അപ്പൊ 10 into 2 എന്നുള്ള രീതിയിൽ ആൻസർ വരും. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്നല്ലേ. നോക്കട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഉണ്ട്. അപ്പൊ അത് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ പറയണത് റൈറ്റ് 1425 certain times 12 and a remainder എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിലും നമുക്ക് നോക്കേണ്ടത് റിമൈൻഡർ നമുക്ക് അറിയണം. എത്ര ടൈംസ് 12 ആയിട്ടാണ് ടൈംസ്, അതൊക്കെ ഡിവിഷൻ തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. റിമൈൻഡർ ഒക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യണം. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ 1425 ഡിവൈഡഡ് ബൈ 12 ആണ്. അപ്പോ 12 times 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 1200 കിട്ടുന്നുണ്ട്. ഇത് മൈനസ് ചെയ്യാം. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 225 ആണ്. കിട്ടിയോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പിന്നെ നമുക്ക് 10 times 12 ചെയ്യാൻ പറ്റും. അപ്പൊ 120 കിട്ടും. ഇനി മൈനസ് ചെയ്യുമ്പോൾ 105. ഇനി 8 times 10 times ചെയ്യേണ്ട പറ്റില്ല. അപ്പൊ 120 ഏറ്റവും കൂടുതലും 120 വേണ്ടല്ലോ, 120 കുറവല്ലോ ഇതിലുള്ളത്. അപ്പൊ 8 times ചെയ്യുമ്പോൾ 96 ആണ് സാറിന് കിട്ടിയത്. നിങ്ങൾക്ക് എന്താ കിട്ടാൻ നോക്കാം.
അപ്പൊ റിമൈൻഡർ ഇവിടെ സാറിന് കിട്ടിയത് 9 ആണ്. നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ 9 ആണ് റിമൈൻഡർ സാറിന് വന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഇതല്ലേ, കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇതാണ് ആൻസർ കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലെ. ഇതിൽ ഓപ്ഷൻ ഉണ്ടോ? ഇങ്ങനെ ഓപ്ഷൻ, ഇത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണോ? അല്ല, ഓപ്ഷൻ ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ ആൻസർ ഇതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 6 into 21 ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്? 126 ആണ്. ഇനി അതിന് റിമൈൻഡർ ഉണ്ട് 2. അപ്പൊ അത് പ്ലസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? 128. അപ്പൊ 128 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ 2. അങ്ങനെ റിമൈൻഡർ ഒക്കെ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു? ആൻസർ ശരിയാക്കി ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും പറയുകയാണ്, റിക്വസ്റ്റ്. ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറയണത് ഇത് ഒരു പാറ്റേൺ ആണ്. ഇതേപോലെ ഒരു പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 103 എന്ന് പറയുന്നത് 9 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 5 വരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഒന്നും ചെയ്യണ്ട, ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 103നെ 9 ഡിവൈഡ് ചെയ്യാം. അപ്പൊ 10 times 9 എന്ന് പറയുന്നത് 90 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ 3 ഇങ്ങനെ എഴുതും. പിന്നെ 30 വരുന്നുണ്ട്. അപ്പൊ 1 times കൂടി ചെയ്യേണ്ടി വരും. 1 times 9 എന്ന് പറയുന്നത് 9 അല്ലേ. അപ്പൊ റിമൈൻഡർ എത്ര വരുന്നത്? 4. ആൻസർ ഇവിടെ 11. ഓക്കെ, പക്ഷെ റിമൈൻഡർ ഇവിടെ 5 കിട്ടണം. നമുക്ക് 5 കിട്ടുന്നുണ്ടോ? അല്ല, 4 കിട്ടിയത് അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. ഇങ്ങനെ നമുക്ക് പോസിബിൾ ആവില്ല. അപ്പൊ 103 എന്ന് പറയുന്നത് ഇവിടെ പോസിബിളേ അല്ല. ഓക്കെ, 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടില്ല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഈ ഒരു 103 എന്ന് പറയുന്നത് തെറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത് ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡ്രോ ചെയ്യാനാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം ഇതേപോലെ ഒരു സ്ക്വയർ കൃത്യമായിട്ട് മെഷറിൽ സാറിവിടെ വരച്ചുതരാം. ഒരു സ്ക്വയർ കൃത്യമായിട്ട് 8 cm വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ലൈൻ ചെയ്യാന്നുള്ളതാണ്. ലൈൻ ജോയിൻ ചെയ്യാം കേട്ടോ. അതേപോലെ ലൈൻ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സെന്റർ കിട്ടുന്നുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെന്റർ കിട്ടുന്നുണ്ട്. സാർ ഇവിടെ സർക്കിൾ ചെയ്ത് തരാം കേട്ടോ. ഈ സെന്ററിൽ വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം കേട്ടോ. ഇതേപോലെ ഒരു സർക്കിൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഡിസൈൻ ചെയ്ത് വെക്കണം. ഇത് കറക്റ്റായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോ എന്ത് ചെയ്യുക? എന്റെ മക്കള് കറക്റ്റായിട്ട് ചെയ്തിച്ചാൽ മതി. കണ്ടോ, വന്നു, ശരിക്കും വന്നു. കണ്ടോ, കിട്ടിയില്ലേ? ഇപ്പൊ ശരിക്കും കിട്ടിയില്ലേ? അപ്പൊ സെന്ററിൽ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ 5 ആണ് നമുക്ക് വേണ്ടിട്ട്. ഇതേപോലെ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എത്തുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ബി ക്വസ്റ്റ്യൻ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തു തരാം കേട്ടോ സാറ് അടുത്ത വീഡിയോയില്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ പറഞ്ഞുതരാം. ബി ക്വസ്റ്റ്യന്റെ ആൻസർ സി ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് മീൻസ് ഈ സ്ക്രീൻ റെക്കോർഡാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. പിക്ചർ വരയ്ക്കുന്നതും ഡ്രോ ചെയ്യണതൊന്നും ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്താൽ എത്രമാത്രം പോസിബിൾ ആവും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. ഇതിന്റെ ആൻസർ മാത്രമാണ് ഡ്രോ ചെയ്യണതിനുള്ള ആൻസർ എന്നുള്ള രീതിയിൽ എനിക്കൊന്നും ഉണ്ടാവില്ല. ചെയ്യുന്നേ വേണം, ഡ്രോ ചെയ്യാം ആയിട്ട് കാണാം. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ആൻസർ കീ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക്